പേരാവൂർ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും നാട്ടുകാരും ഒക്കെ ചേർന്ന് പോലീസും ഒക്കെ ചേർന്ന് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയാണ്. ഒരു 10 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരാൾ ഒഴുക്കിൽപ്പെട്ടതായി മനസ്സിലാകുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. CK വിജയനുണ്ട്. CK, ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ? ഒന്നും കൃത്യമായ വിവരം ഇപ്പോഴില്ല ദിവേഷ്. കാരണം അത് ആ ദൃശ്യങ്ങൾ പ്രകാരം ഉള്ള വിവരങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് അദ്ദേഹം ആ മരത്തിന്റെ ഒരു കമ്പിൽ പിടിച്ചു നിൽക്കുന്നതായ ഒരു തോന്നൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ അവിടെ ആ മരത്തിന്റെ കമ്പ് പിടിച്ച് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്നും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സും ഈ NDRF സംഘവും എല്ലാം തന്നെ തെരച്ചിലും മറ്റും നടത്തുന്നത്. വളരെ പെട്ടെന്ന് ഒഴുക്ക് വർദ്ധിക്കുകയും അതുപോലെ തന്നെ ശാന്തമാവുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള പുഴയാണത്. എവിടെയെങ്കിലും ഇതിന്റെ മേൽഭാഗത്ത് എവിടെ മഴ പെയ്താലും അതിന്റെ ഒഴുക്കുകൾ സാധാരണ വേനൽക്കാലത്തായാൽ പോലും ഈ പേരാവൂരിൽ ഈ പുഴയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. വളരെ പെട്ടെന്ന് ഒരു കലക്കവെള്ളം വരികയോ അല്ലെങ്കിൽ കുത്തൊഴുക്ക് വരികയോ ചെയ്യും. അങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് വേണം കരുതാൻ. കാരണം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ ഹനീഫ ആ ഒഴുക്കിൽ പെടില്ലായിരുന്നു. ഏതായാലും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാം, ആശ്വസിക്കാം. ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും അതിന്റെ ഏതെങ്കിലും ഭാഗത്തുകൂടെ മരത്തിന്റെ കമ്പിലോ മറ്റോ പിടിച്ച് കയറിയിട്ടുണ്ടാകും എന്ന് കരുതാം. ആ ദൃശ്യങ്ങൾ നമ്മളെ ഈ സമയത്ത്, പ്രത്യേകിച്ച് മഴയും ഇതൊക്കെ പെയ്യുന്ന സമയത്ത് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഒരു ദൃശ്യമായി തന്നെ ഇപ്പോഴും മനസ്സിൽ തുടരുകയാണ്. ശരിയാണ്. എന്തായാലും അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടാകട്ടെ എന്ന് കരുതാം. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹനീഫ എന്നാളാണ് ഒഴിക്കപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്.